രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 4-ാം വാക്യം. നിനക്ക് വീണ്ടെടുക്കുവാൻ മനസ്സുണ്ടെങ്കിൽ വീണ്ടെടുക്കുക. പഴയ നിയമത്തിലെ യോബേൽ സംവത്സരത്തിലെ ഒരു മഹാത്ഭുതമായിരുന്നു. പരാജയപ്പെടുകയും തോൽവി സംഭവിക്കുകയും സാമ്പത്തികമായി ഏറ്റവും താഴ്ചയിലേക്ക് പോകുന്ന ആളുകളെ വീണ്ടെടുക്കുക എന്നുള്ള ആ വലിയ കർമ്മം. ഇതാ ഇവിടെ ബോവസ് രൂത്തിന്റെ ഏറ്റവും അടുത്ത വീണ്ടെടുപ്പുകാരനോട് പറയാണ്, നിനക്ക് വീണ്ടെടുക്കാൻ മനസ്സുണ്ടെങ്കിൽ വീണ്ടെടുക്കുക. ഒരു വീണ്ടെടുപ്പുകാരന് ഏറ്റവും ആവശ്യം മനസ്സും പണവുമാണ്. പണമുള്ളവർക്ക് ഒരുപക്ഷെ മനസ്സുണ്ടാകണമെന്നില്ല, മനസ്സുള്ളവന് പണവും ഉണ്ടാകണം എന്നില്ല. എന്നാൽ മനസ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, വില്ലിങ്നെസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് വീണ്ടെടുപ്പുകാരനോട് പറയാണ്, നിനക്ക് അതിനുള്ള മനസ്സ്, വില്ലിങ്നെസ് ഉണ്ടെങ്കിൽ വീണ്ടെടുക്കുക. നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവായ യേശുക്രിസ്തു സ്വർഗമഹിമകൾ വിട്ട് മനസ്സോടെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. മനസ്സോടെ ശാപമൃത്യു വഹിച്ച ആ കർത്താവ് നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. മനസ്സോടെ നമുക്കെല്ലാം അനുഭവിച്ചു തീർത്ത ആ കർത്താവിനെ ഹൃദയംഗമമായി നമുക്ക് സ്തുതിക്കാം. ദൈവത്തിൻ്റെ അപദാനങ്ങൾ നമുക്ക് വാഴ്ത്താം.